ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കും. ഇതായി സമയം ഞങ്ങൾ ഒരു കുടുംബമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളെ അറിയുവാനും രുചിച്ചറിയുവാനും കർത്താവേ ഞങ്ങൾക്ക് തരുന്ന ഈ ഓരോ അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ, ഞങ്ങളുടെ ചെവികൾ തുറക്കട്ടെ, ഹൃദയങ്ങൾ തുറക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളുടെ ആഴങ്ങൾ അറിയുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരത്തക്കവണ്ണം കർത്താവെ പരിശുദ്ധാത്മാവിട്ട് കൂട്ടായ്മ ആചരിച്ച കർത്താവ് അങ്ങ് എങ്ങനെ ജീവിച്ചോ അതേ രീതിയിൽ ഇവിടെ ജീവിക്കുവാനും അങ്ങ് ഇന്ന് ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനും കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഇനി ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾക്ക് കരങ്ങളോട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആരാധന ഞങ്ങൾ നയിച്ച സിസ്റ്റേഴ്സിനെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗീയ ആരാധന നിന്റെ മക്കൾക്ക് നാവിന്മേൽ അങ്ങ് കൊടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഒരുമിച്ച് അങ്ങയുടെ രാജ്യം പണിയുവാൻ ഞങ്ങളെ ഒരുക്കി കൂട്ടിച്ചേർത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മാനവും മഹത്വം അങ്ങ് എടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കൊളോസ്യ ലേഖനം കേട്ടു, 2-ാം അധ്യായം. അതുപോലെ തന്നെ ഒരു സ്ക്രിപ്ചറുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. കൊളോസ്യ ലേഖനം നമ്മൾ കേട്ടത് ക്രിസ്തുവിന്റെ പൂർണ്ണത, അതിന്റെ ഹെഡിങ് തന്നെ. ആ ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ എങ്ങനെ നാം നടത്തപ്പെടുന്നു? How can we walk in the fullness of God? യോഹന്നാന്റെ സുവിശേഷം, of his fullness we have all received grace upon grace. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എന്തിന്? ഈ പൂർണ്ണതയിൽ വസിക്കുവാനും ഈ പൂർണ്ണതയിൽ നിന്ന് നടത്തപ്പെടുവാനും ആ പൂർണ്ണതയിൽ നടക്കുവാനാണ് കൃപമേൽ കൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു പദവിയിൽ ഇന്ന് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. അത് കൊളോസ്യ ലേഖനം നമ്മൾ 2-ാം അധ്യായം വായിച്ചു. ജ്ഞാനസ്ഥാനത്തോടു കൂടി നമ്മൾ എന്താക്കപ്പെട്ടു? നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ച് ക്രിസ്തുവിലാക്കി ദൈവരാജ്യത്തിലാക്കി ഇന്ന് കൊണ്ടുവന്നിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്. ആ ക്രിസ്തു ആരാ? ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്ന സ്ഥലമാണ് ക്രിസ്തു. എന്ന് വെച്ചാൽ ദൈവം തന്നെ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവ്, എല്ലാ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെ ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. എന്ന് വെച്ചാൽ the whole of heaven is attracted to the Jesus in you. സ്വർഗവും അതിന്റെ എല്ലാ ബ്ലെസ്സിങ്സും അതിന്റെ എല്ലാ ആധിപത്യവും ഇന്ന് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക. എങ്ങനെ? ക്രിസ്തു വഴിയാണ്. അപ്പൊ ഈ യേശു തന്റെ ദൈവികത്വം വെടിഞ്ഞ് ഭൂമിയിൽ 33.5 വർഷക്കാലം വന്ന് 30 വയസ്സ് വരെ പൈതൽ വളർന്നു. ഏത്? ജ്ഞാനത്തിലും കൃപയിലും വളർന്നു വർദ്ധിച്ചു. ഹി വാസ് ലേണിംഗ്. അപ്പൊ യേശു നമുക്കൊരു മോഡൽ കാണിച്ചു എങ്ങനെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നീതിയിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ വസിക്കാൻ പറ്റും, എങ്ങനെ ആയിത്തീരാൻ പറ്റും. ഒരു ജീവിത ശൈലി നമുക്ക് കാണിച്ചു. ദൈവമായിരുന്നു, എന്നിട്ടും ദൈവത്വം വെടിഞ്ഞ് അനുസരണം ശീലിച്ചു, ശാന്തത ശീലിച്ചു, കൃപമേൽ വർദ്ധിച്ചു. ഇതെല്ലാം ഒരു ഉദാഹരണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തെല്ലാം പ്രലോഭനത്തിൽ കൂടെ പോകാം, ഏതെല്ലാം ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ കൂടെ പോയാലും അനങ്ങാതെയും കുലുങ്ങാതെയും എങ്ങനെ പിതാവിൽ ഉറച്ച ഒരു ജീവിത ബന്ധത്തിൽ ജീവിക്കാൻ പറ്റുമെന്നൊരു ഉദാഹരണം നമുക്ക് കാണിച്ചു. എന്നിട്ട് അതേ ക്രിസ്തു ഉയർത്തെന്നിട്ട് ആ ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് അതേ ബന്ധത്തിൽ ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുക, ഈ നിറവിൽ നീ വസിക്കും, ഈ പൂർണ്ണതയിൽ നീ വളരും. എന്നിട്ടൊരു ജീവിത ശൈലിയാണ് നമുക്കിത് കാണിച്ചു തന്നത്. യേശു എങ്ങനായിരുന്നു അതുപോലെ നമുക്കും എനിക്കും നിങ്ങൾക്കും ആകാൻ ഒരു വഴി തുറന്ന് ആ ദൈവം തന്നെ ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് പറയാം, ലെറ്റ്സ് വാക്ക് ടുഗദർ. അപ്പോ പഴയ മനുഷ്യൻ മരിച്ചു, ഇന്ന് നിങ്ങൾ പുതിയ മനുഷ്യനാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഇന്ന് ജീവിക്കുക. പക്ഷെ ലോകത്താണ് ജീവിക്കുന്നത്, പക്ഷെ ദൈവരാജ്യത്തിലാണ്. അപ്പൊ നമ്മൾ ലോകത്താ ജീവിക്കുന്നെങ്കിലും ദൈവരാജ്യത്തിലാന്നുള്ള ബോധ്യം ആദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോ ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്നെങ്കിലും ലോകത്തിന്റെ വഴികളും ലോകത്തിന്റെ ചിന്തകളും ആ കൂടുതൽ നമ്മളെ ആകർഷിക്കപ്പെടും. കാരണം അങ്ങനെയാണ് നമ്മുടെ ജീവിതം, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം എന്ത് വിഷയം വരുമ്പോഴും ആദ്യം ലോകത്തിന്റെ വഴികളിലേക്ക് പോകും, പിന്നെ വീഴ്ച വരുമ്പോ തിരിഞ്ഞ് ദൈവമേ അയ്യോ എന്നെ
എന്നെ രക്ഷിക്കണമെന്ന് നമ്മൾ തിരിച്ചു വരും. ആ ഒരു പഴയ ജീവിത ശൈലിന്ന് ദൈവം ഇന്ന് മാറ്റി. ആ പഴയ മനുഷ്യൻ എങ്ങനെ നിങ്ങളെ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കും വളർന്ന് നിങ്ങൾ ശീലിച്ചു വന്നു, അതിൽ നിന്നൊരു വ്യത്യാസപ്പെടുത്തിയ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഒരു ശിശുവായിട്ട് ക്രിസ്തുവിൽ നിർത്തിയിട്ട് പറയാം, കമോൺ ലെറ്റ്സ് ലേൺ ദീസ് വേസ്, ദൈവത്തിന്റെ വഴികൾ. അപ്പൊ ഈ ക്രിസ്തുവിന്റെ പരിപൂർണതയാണ് നമ്മൾ വന്നിരിക്കുന്നത്, അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പരിപൂർണതയൊന്നും കാണുന്നില്ല. പക്ഷെ ലോകത്തിന്റെ വഴികളും ദൈവരാജ്യത്തിന്റെ വഴിയും രണ്ടും വ്യത്യാസം. ലോകത്തിന് നമുക്കറിയാം, താഴെ നിന്ന് നമ്മൾ തുടങ്ങും, സ്റ്റെപ്പ് ബൈ പെർഫോമൻസ് നമ്മൾ വർക്ക് ചെയ്ത് യു റീച്ച് ടു ദ ടോപ്പ്. എന്നാൽ ദൈവരാജ്യത്തിന്റെ വഴി എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. നമ്മളെ ആ പൂർണ്ണതയാവുന്ന ക്രിസ്തുവിൽ അങ്ങ് വെച്ചു. യു ആർ ഓൾറെഡി ഫുൾ. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരാണ്. ഓഫീസ് ഫുൾനെസ്, അവന്റെ നിറവിൽ നമ്മൾ കൃപമേൽ കൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ യു ഓൾറെഡി ഫുൾ. നിങ്ങളുടെ ഉള്ളിൽ വന്ന ക്രിസ്തു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല വന്നത്, യെസ് കം ഇൻ ഫുൾ. ദൈവത്തിന്റെ സകല സമ്പൂർണതയും, സ്വർഗത്തിന്റെ സകല ബ്ലെസ്സിങ്ങും, സകല മഹാത്മ്യവും, സകല കൃപയും, സകല അനുഗ്രഹങ്ങളും എല്ലാമായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ഇരിക്കുന്നത്. ഇത് നമ്മളെ ഇന്ന് പഠിപ്പിക്കുക. ഇവിടെ വേരർക്ക്, ഇവിടെ അടിയുറച്ച് ആ ക്രിസ്തു എന്ന തലയിലേക്ക് മുട്ടി അവിടുന്ന് പ്രാപിച്ച് സന്ധിമജ്ജകളാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം ഒഴുകി ഇറങ്ങി നമ്മളൊരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ വളർത്തപ്പെടുക. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഡു യു ബിലീവ് വാട്ട് ഗോഡ് ബിലീവ്സ് അബൌട്ട് യു? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം നിങ്ങളെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? അത് വേണം ആദ്യത്തെ ചോദ്യം നമ്മുടെ മനസ്സിൽ. ഡു യു ബിലീവ് വാട്ട് ഗോഡ് ബിലീവ്സ് അബൌട്ട് യു? ദൈവം വിശ്വസിക്കുന്നത് എന്തുവാ? യു ആർ ഇൻ ദ ഫുൾനെസ്. അവന്റെ പരിപൂർണതയിൽ നിങ്ങൾ പരിപൂർണരാക്കപ്പെട്ട് വെച്ചിരിക്കുക. അവിടുന്ന് തുടങ്ങണം. സോ യു ആർ നോട്ട് വർക്കിംഗ് ടുവേഴ്സ് ഫുൾനെസ്. നമ്മൾ പൂർണ്ണതയിലേക്ക് പ്രാപിക്കാനല്ല നമ്മുടെ യാത്ര. പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഈ പൂർണ്ണത എന്താണ്, ഈ പൂർണ്ണതയിൽ എങ്ങനെ നടത്തപ്പെടാൻ പറ്റും, ഈ പൂർണ്ണതയുടെ നീളവും വീതി ആഴവും ഉയരം അതെങ്ങനെ കാണാൻ പറ്റും, ആ പൂർണ്ണത എങ്ങനെ ചിന്തിക്കാൻ പറ്റും, ആ പൂർണ്ണതയിൽ എങ്ങനെ നിലനിൽക്കാൻ പറ്റും, ആ പൂർണ്ണതയിൽ എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റും, ആ പൂർണ്ണതയിൽ നിന്ന് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ജീവിതശൈലിയാണ് നമ്മുടെ എന്താ വെച്ചാൽ വി ആർ ഓൾവേസ് സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമ്മുടെ വഴികളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ പോകും. സോ മീൻസ് യു ഓൾവേസ് ഈൽഡ് ടു യുവർ സോൾ. നമ്മുടെ ദേഹിയുടെ മേൽ നമ്മുടെ ആശ്രയം വെക്കുക. അപ്പൊ നമുക്കറിയാം അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന എന്തോ എല്ലാം നിറഞ്ഞിരിക്കുന്നത് ഭയമാണ്, ആങ്സൈറ്റി. കാരണം എന്നാ? ലോകത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ അനുഭവങ്ങളാണ്. ഇതെന്നെ കൊണ്ട് പോവുള്ളൂ, അല്ലെ ഇതിനകത്ത് ഞാൻ ശക്തനല്ല, ഇതെല്ലാമാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ സോളിനകത്ത്, നമ്മുടെ മൈൻഡും നമ്മുടെ ഈ വിചാര മേഖലകളെല്ലാം നിറഞ്ഞു നിൽക്കും. അപ്പൊ ദൈവരാജ്യത്തിൽ മെഷർ അല്ല, ദൈവം ഫുൾനെസ് ആണ്. ഒരു ചെറിയ അളവല്ല ദൈവം തന്നെ, ഫുൾനെസ് ആണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് കിട്ടിയതെല്ലാം നമ്മുടെ ചിന്തകൾ മേലും നമ്മുടെ വികാരങ്ങൾ മേലും വാഴുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് ആ ലോകത്തിന്റെ വഴികളിലോട്ട് പോകും. അപ്പൊ ദൈവം എന്ന് പറയാ, നോ, അതല്ല, ആ ജീവിത ശൈലി ഞാൻ ഇന്ന് മാറ്റി നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി, ഒരു ശിശു എങ്ങനെ വളർന്നു വരുന്നോ ക്രിസ്തുവിൽ നിങ്ങൾ വേരിറക്കി വളർന്ന് ഈ ജീവിത ശൈലിയിലേക്ക് ഒരു മാറ്റപ്പെടണം. അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ എന്നാ? സ്ലൈറ്റസ്റ്റ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ദേഹിയുടെ മേൽ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ നടന്നിരുന്ന ആ വഴികളും ദൈവം ഒന്ന് മാറ്റി നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മളെ കരുതുന്ന ആ ദൈവത്തിന്റെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ നമ്മളെ സൂക്ഷിക്കുന്ന, കാരണം ദൈവം തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുന്നില്ല, ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല, ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിനക്ക് തുണയെങ്കിൽ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിത. ബിക്കോസ് ഇൻ ക്രൈസ്റ്റ് ദാറ്റ്സ് ദ സേഫസ്റ്റ് ആൻഡ് ദ ഷ്യൂറസ്റ്റ് പ്ലേസ് വെർ യു കൻ ബി ഓൾവേസ് സേഫ് ആൻഡ് സെക്യൂർ. അങ്ങനെ ഒരു പൊസിഷൻ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഇൻ ക്രിസ്തുവിൽ നിന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, പിതാവ് തന്നെയാണ് ഈ വേല ചെയ്തേക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഹൃദയത്തിലെ ഒരു സ്പേസിൽ എന്നെ നിങ്ങളെ കൊണ്ടുവന്നു. ഇത് സ്പിരിറ്റ് റിലേറ്റീവ് ആണ് ഇത് ചിന്തിക്കാൻ. നമ്മുടെ ആത്മാവിലാണ് ഇത് വന്നിരിക്കുന്നത്. ക്രിസ്തു ഇരിക്കുമ്പോഴും
ഈ ആത്മാവും നിങ്ങളുടെ ദേഹിയുമായിട്ട് ദർ ഇസ് നോട്ട് മച്ച് ഓഫ് സെപ്പറേഷൻ, വലിയ സെപ്പറേഷൻ. ഇത് രണ്ടിനെയും വേർപെടുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഹൃദയവും ഹൃദയം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗൻ അല്ല. അപ്പൊ ദേഹിയും ദേഹവും, ആ ദേഹിയുടെ നിങ്ങളുടെ മൈൻഡ് ഉണ്ട്, വില്ലുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഈ ആത്മാവും. ഈ രണ്ടും ആത്മാവും ദേഹിയും കൂടെ ഇൻസെപ്പറബിൾ ആണ്. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ഒരു വര വരച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് എപ്പോഴും പോകും. അപ്പൊ നമ്മുടെ ലോകത്തിൽ നിന്ന് കിട്ടിയ പല വഴികൾ കൊണ്ട് പല ചിന്തകളും പല പ്രവർത്തികളും നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ മനസ്സിനകത്ത്, ഇമോഷനകത്ത്, ഹാബിറ്റായിട്ട് ഇപ്പൊ കിടപ്പുണ്ട്. ഉദാഹരണത്തിന് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആദ്യം ഭയമാണ് നമുക്ക് വരുന്നത്. അതാണ് നമ്മളിൽ ആഴുന്നത്. നമ്മുടെ ഇമോഷൻ മേൽ, വികാര വിചാരങ്ങൾ ഇതാ വാഴുന്നത്. കാരണം ഇതാണ് നമ്മുടെ ആ ചിന്തിച്ച് നമ്മൾ പഠിച്ചു വെച്ച വഴി അതാ. അപ്പൊ ദാറ്റ് മീൻസ് ഫിയർ ഈസ് റൂളിങ് ഇൻ യുവർ ഇമോഷൻസ് ആൻഡ് യുവർ മൈൻഡ്. അതാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഒരു വേറെ ശൈലിയിലേക്ക് ദൈവം നമ്മളെ ഇന്ന് കൊണ്ടുവരിക. ക്രിസ്തുവിന്റെ ഫുൾനെസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 തൊട്ട് 30 വരെ വാക്യങ്ങൾ അത് പറഞ്ഞു. കം ടു മീ, എന്റെ അടുക്കവ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ഭാരമേറിയതും പ്രയാസമായ നുകം എന്റെ മേൽ വെച്ച് എന്നിൽ നിന്ന് പഠിക്കും. അപ്പൊ എന്റെ നുകം നിങ്ങൾ ഏൽക്കുമ്പോൾ, നിങ്ങളുടെ നുകം എന്റെ മേൽ വെച്ച് എന്റെ നുകം നിങ്ങൾ ഏൽക്കുമ്പോൾ, ഞാൻ ആരാണോ അത് നിങ്ങളെ പരിശീലിപ്പിക്കപ്പെടും. ഞാൻ ശാന്തശീലനാണ്, സൗമ്യനാണ്. അപ്പൊ ക്രിസ്തുവിൽ പരിപൂർണരാന്ന് നമ്മൾ പറയുമ്പോഴും, ആ ഫുൾനെസ്സിലാണ് നമ്മൾ നിൽക്കുമ്പോഴും, നമ്മുടെ ദേഹിയുടെ മേൽ അല്ലെങ്കിൽ മൈൻഡിന്റെ മേലും വികാരങ്ങളിൽ മേലും ഇപ്പോഴും നെഗറ്റീവാണ് നമ്മളെ ഭരിക്കുന്നെങ്കിൽ അവിടെ ഫുൾ അല്ല. അത് നിറയണം. അതിനൊരു പരിശീലനം. അപ്പൊ ഏത് സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടും ഗെറ്റ് ബാക്ക് ഇൻ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് വരിക. അപ്പൊ അവിടെ ഒരു പരിശീലനം നമ്മൾ നടക്കുക. എന്തിന്? കർത്താവ് പറഞ്ഞു, എന്റെ സമാധാന പ്രഭു തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ ഹൗ ടു ലേൺ ദാറ്റ്, അതിന്റെ ഒരു പ്രായോഗിക തലമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ യേശു പറഞ്ഞു, കം ടു മീ, എന്റെ അടുക്കവ. പ്രശ്നമാകുന്ന ലോകത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ ഒരു പാൻഡമിക് സീസൺ ആണ് ഇരിക്കുന്നത്. ലോകത്തിന് തന്നെ അറിയാമേ ഇത് എങ്ങനെ പോയി, ഇത് എന്തായി തീരും, വാട്ട് ഈസ് ദ നെക്സ്റ്റ്, അടുത്ത വേവ് എന്തുവാ, ഇതെല്ലാമാണ് പല സംശയത്തിലും ഭയത്തിലും നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദൈവമക്കളെ സഭയാ ദൈവം വെച്ചിരിക്കുന്നത്. കാരണം സകല ജ്ഞാനവും ദൈവത്തിന്റെ സമ്പൂർണത മുഴുവൻ ക്രിസ്തുവിലാക്കി നമ്മളെ വെച്ചിരിക്കുക അതിനകത്ത്. പക്ഷെ നമ്മളും ഇപ്പോഴും ദൈവരാജ്യത്തിലാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ ലോകത്തിന്റെ വഴികൾ അനുസരിച്ച് നമ്മളും ഭയമായിട്ടിരിക്കുക. ഇന്ന് ലോകത്തിന് മുന്നേ എഴുന്നേറ്റ് നിൽക്കേണ്ടത് സഭയാണ്. സഭയ്ക്കേ ഉള്ള ഇതിന് ഉത്തരം. സഭയെന്ന് ഉദ്ദേശിക്കുന്ന ഞാനും നിങ്ങളും. ക്രിസ്തുവിൽ ഞാൻ ആര്, ക്രിസ്തുവിൽ ആ പരിപൂർണ ജയജീവിതം എന്താ എന്ന് രുചിച്ചറിയുന്ന മക്കളാകുന്നതാണല്ലോ സഭ. നമ്മള് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയും സൂം ഫാമിലി നമ്മൾ ഇത്രയും പേരെ ഇത് പരിശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു ക്രിസ്തു ജയ ജീവിതത്തിലേക്ക് നിങ്ങൾക്കും എഴുന്നേറ്റ് വരാൻ പറ്റുമെങ്കിൽ ഒരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുക. എന്തിന്? ഏതിനും ലോകം നിങ്ങളെ നോക്കും. ബിക്കോസ് യു ഹാവ് ദ ആൻസർ. നമുക്കേ ഉള്ളൂ ഇന്ന് ആൻസർ ഇതിനായിരുന്നു. അപ്പൊ ആ ദൈവം തന്നെ പരിപൂർണതയെ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. പ്രശ്നം വരുമ്പോൾ ഞാൻ നേരെ ലോകത്തിന്റെ വഴികൾ പോകുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നോ, കം ടു മീ, എന്റെ അടുക്കലേക്ക് തിരിച്ചു വാ, എന്റെ അടുക്കൽ വാ, ക്രിസ്തുവിന്റെ അടുക്കലേക്ക്. അവിടെയുള്ള നിനക്ക് സ്വസ്ഥത, അവിടെയുള്ള നിനക്ക് റെസ്റ്റ്. അപ്പൊ എല്ലാ പരിശീലനവും ആദ്യത്തെ പടി ഒരു സ്വസ്ഥതയിലേക്ക് വേണം. കാരണം സ്വസ്ഥതയില്ലായ്മയുണ്ട്. സ്വസ്ഥതയില്ലെങ്കിൽ നമുക്ക് ഒരു പരിശീലനം നമുക്ക് തുടങ്ങാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇഫ് യു ആർ ഇൻ ഫിയർ, ഇഫ് യു ആർ ഇൻ ആങ്സൈറ്റി, യു കനോട്ട് ലേൺ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വഴികൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം ഒരു സ്വസ്ഥതയെ വന്നെങ്കിലേ എനിക്ക് നിങ്ങൾക്കും ദൈവത്തിന്റെ വഴികൾ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എനിക്കറിയാം നിങ്ങൾ അധ്വാനിക്കുന്നതാണ്, നിങ്ങൾ ഭാരം ചുമക്കുന്നവർ എന്റെ അടുക്കം ആദ്യം.
ആ നുകം എന്റെ മേൽ വെച്ച് എന്റെ നുകമേൽക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. സോ ഗോഡ് വിൽ ഓൾവേസ് ഗിവ് യു റെസ്റ്റ്. അപ്പൊ ആദ്യം ഒരു റെസ്റ്റ് തന്നിട്ട് ആ റെസ്റ്റിൽ നിന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് ട്രെയിൻ ചെയ്യും. എങ്ങനെ? അപ്പോ ഭയമാണ് എന്നെ എന്റെ മനസ്സിനകത്തും എന്റെ വികാരങ്ങൾ എന്നെ ഭരിക്കുന്നിടത്തു നിന്ന് ഭയമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെയും നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന സമാധാന പ്രഭുവാണ്. ആ സമാധാനം നമ്മളെ ട്രെയിൻ ചെയ്യും. ഓരോ സാഹചര്യത്തിൽ കൂടെ നമ്മളെ ട്രെയിൻ ചെയ്ത് ഈ സമാധാനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ഈ സമാധാനം എൻ്റെ മൈൻഡിൽ മേൽ വാഴണം, എൻ്റെ വികാരങ്ങളിന്മേൽ വാഴുമ്പോൾ ഇത് നിറഞ്ഞ് ഫുൾനെസ്സിലേക്ക് വരും. കാരണം ക്രിസ്തുവാണ് അതിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഫുൾനെസ്. ക്രിസ്തുവിലാണ് ഇത് മുഴുവൻ. ക്രിസ്തുവിലാണ് സന്തോഷം, ക്രിസ്തുവിലാണ് സ്വസ്ഥത, ക്രിസ്തുവിലാണ് ക്ഷമ, ക്രിസ്തുവിലാണ് ദയ, കരുണ, ഫെയ്ത്ത്ഫുൾനെസ്. ഇതെല്ലാം ക്രിസ്തുവാ. അതാണ് ആ നിറവെന്ന് പറയുന്നത്, ആ ഫുൾനെസ് എന്ന് പറയുന്നത്. ആ ഫുൾനെസ്സിൽ നിന്ന് ഞാൻ നിങ്ങളും ഡ്രോ ചെയ്യാൻ പഠിക്കുക. ആ ഒരു കിണറ്റിൽ നിന്ന് വറ്റാത്ത ഉറവിടമാണ്. കിണറ്റിൽ നിന്ന് അകത്തെ മനുഷ്യൻ നമ്മളിത് ഡ്രോ ചെയ്ത് നമ്മുടെ ആ മൈൻഡിന്റെ മേലും വികാരങ്ങളുടെ മേലും നിറയും തോറും അതൊരു ട്രെയിനിങ്. ട്രെയിൻ ചെയ്ത് അത് നിറഞ്ഞ ഫുൾനെസ്സിൽ വരുമ്പോൾ അവിടെ അത് ഭരിക്കാൻ തുടങ്ങും, അത് വാഴുവാൻ തുടങ്ങും. ഇതിലാണ് കൃപമേൽ കൃപ നമുക്ക് തന്നിരിക്കുന്നത്. ആ കൃപ, വാട്ട് ഈസ് ഗ്രേസ്? ഒറ്റ ചോദ്യം ചോദിച്ചാൽ, ഗ്രേസ് ഈസ് ദ എംപവറിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് that enables you to become the person as God sees you. ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ ആരായിട്ട് കാണുന്നു, എങ്ങനെ കാണുന്നു, അതിലേക്കുള്ള രൂപാന്തരത്തിന് എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് ആണ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ കൃപമേൽ കൃപയാ, ഗ്രേസ് അപ്പോൺ ഗ്രേസ് എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്നത്. എന്തിനാ? ഓരോ സർക്കംസ്റ്റാൻസസിലും, ഓരോ ജീവിതത്തിന്റെ അവസ്ഥയിലും പതുക്കെ ഈ സമാധാനത്തിൽ, ഈ പീസ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ഞാൻ പരിശീലിപ്പിക്കപ്പെടണം. സോ ഇറ്റ്സ് എ ട്രെയിനിങ്. അപ്പൊ അത് ആദ്യം പ്രശ്നം വരുന്നതിന് മുമ്പേ ഐ ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് ദിസ്. The more I practice, the more the peace begins to rule over my soul. ഞാൻ എന്തുമാത്രം ഞാൻ പരിശീലനത്തിലേക്ക് ഏർപ്പെടുന്നോ, സ്വസ്ഥതയിൽ ഞാൻ നിന്നുകൊണ്ട് ഇതിൽ ഞാൻ പരിശീലനത്തിൽ ഏർപ്പെടുന്നു, ചെറിയ കാര്യങ്ങൾ ഞാൻ ജയമെടുത്ത് ആ സമാധാനം എൻ്റെ കൊണ്ട് നിറഞ്ഞ് ഫുൾനെസ്സിലേക്ക് വരുമ്പോൾ പിന്നെ അതിനകത്ത് അത് പിന്നെ എൻ്റെ ഫസ്റ്റ് നേച്ചറായി മാറും, എൻ്റെ ആദ്യ സ്വഭാവമായി മാറുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഏത് കുലുക്കുന്ന സാഹചര്യം വരുമ്പോഴും എപ്പോഴും ഞാൻ ഓടുന്നത് എൻ്റെ ഹൃദയത്തിലേക്കല്ല ഞാൻ ഓടുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എൻ്റെ പിതാവിന്റെ എന്നെ പിടിച്ചിരിക്കുന്ന ബലഷ്ടമായ കരത്തിനകത്തേക്ക് ഞാൻ അങ്ങ് ചെല്ലും. കാരണം എനിക്കറിയാം അവിടെ എനിക്ക് റെസ്റ്റ് ഉണ്ട്, അവിടെ എന്നെ കൈവിടത്തില്ല, അവിടെ എന്നെ ചേർത്ത് പിടിച്ച് തുണയായി നിന്ന് എന്നെ ഇതിനകത്ത് ജയമായിട്ട് പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സോ വെൻ ദ പീസ്, ഈ സമാധാനം എൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് you become the antidote to the pressure situations that you face. എന്ന് വെച്ചാൽ നിങ്ങള് ക്രിസ്തുവിലെ ആ ജീവിതം ഒരു മറുമരുന്നാവും, ആന്റിഡോട്ട് ആവും. ഏത് പ്രശ്നമുള്ള സാഹചര്യം വരുമ്പോഴും നിങ്ങളുടെ അകമേ മനുഷ്യൻ കുലുങ്ങാതെ നിൽക്കാൻ ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ വളർത്തപ്പെടുക. So you have to keep on practicing this. ഇത് നമ്മൾ വിവിധ പ്രശ്നമില്ലാത്തപ്പോ തുടങ്ങണം. പ്രശ്നം വരുമ്പോഴാണ് നമ്മളെല്ലാം ഓടുന്നത്. കാരണം പെട്ടെന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ വഴികളിലേക്ക് പോകും, നമ്മുടെ ഹൃദയത്തിൽ ഊന്നി നമ്മുടെ വഴികൾ പ്രവർത്തിച്ച് നമ്മൾ വീണ് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ വന്ന് ദൈവമേ അയ്യോ കർത്താവേ അങ്ങ് എവിടായിരുന്നു, എന്നെ രക്ഷിക്കണേ, നമ്മൾ തിരിച്ചു വരും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ ഒരു ലോകത്തിന്റെ വഴികളിൽ നിന്ന് മാറി സദൃശവാക്യം Proverbs chapter 3, 5 and 6 പറയുന്ന പോലെ do not lean on your own heart. നിന്റെ ഹൃദയത്തിൽ ഊന്നാതെ, നിന്റെ വഴികൾ ഊന്നാതെ, you come to me, എന്റെ ഹൃദയത്തിൽ ഊന്നിയാൽ then I will lead you into the direct, നിന്റെ നേർവഴികൾ ഞാൻ നടത്താം. This is an entirely different lifestyle. അപ്പോ ഈ ദൈവരാജ്യത്തിൽ തോൽവി എന്നൊരു സാധനമേ ഇല്ല. There's no failure in the kingdom. കാരണം എന്നാ, നമ്മൾ ശിശുക്കളാണ്. We are learning a new thing.
നമ്മളൊരു പുതിയ ജീവിതശൈലി പഠിക്കുക. പുതിയ ജീവിതശൈലി പഠിക്കുമ്പോൾ there is no failure, but you have to keep on taking the test. ഇത് നമ്മൾ പിന്നെയും പരിശീലിപ്പിക്കപ്പെട്ട് ഇത് ആ സമാധാനം എന്ന ആ ഫലം നമ്മുടെ ദേഹിയുടെ മേൽ വാഴുവാൻ തുടങ്ങുമ്പോഴാണ് that becomes full. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചിന്താകുലരാകുന്നുണ്ടെങ്കിൽ, ഭയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, that peace is not in fullness in me. എന്റെ ദേഹിയുടെ മേൽ അത് വാഴുന്നില്ല. അതുകൊണ്ട് ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. എനിക്കൊരു സാഹചര്യമായി ഇത് പഠിക്കാൻ, ഇത് നിറയുവാൻ ദൈവം തന്നെ തുറന്നു തന്ന ഒരു വഴിയാണ് എന്ന് വേണം ആ മൈൻഡ് സെറ്റ് വരാൻ. അപ്പൊ ഇമ്മീഡിയറ്റ്ലി കം ബാക്ക്, തിരിച്ചു വരിക ഇങ്ങോട്ട് സീക്രട്ട് ഹൈഡിങ് പ്ലേസിലേക്ക്. കാരണം ഈ സീക്രട്ട് ഹൈഡിങ് പ്ലേസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തുവാണ്. അവിടെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. സോ യു ക്യാൻ ഓൾവേസ് ബി സേഫ് ദർ. എപ്പോഴും നമ്മുടെ സുരക്ഷിത. ദൈവത്തിന്റെ കീപ്പിംഗ് പവർ, ദൈവത്തിന്റെ സൂക്ഷിക്കുന്ന പവർ എന്താന്ന് ചോദിച്ചാൽ, ശക്തി എന്താന്ന് ചോദിച്ചാല് അതെങ്ങനെ നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് യു ഹാവ് ടു ലേൺ ടു റെസ്റ്റ് ദർ. ആ ഒരു പ്രശ്നം ഒന്നും ഇല്ലാത്തപ്പോഴും എപ്പോഴും എല്ലാറ്റിനും നന്ദി കരയറ്റി ദൈവത്തിന്റെ പ്രസൻസിന്റെ അവയർനെസ്, ദൈവത്തിന്റെ പ്രസൻസ് എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഞാൻ അവിടാണ്, അതിലാണ്, എൻ്റെ കൂടെ ഉണ്ട് ദൈവത്തിന്റെ പ്രസൻസ് എന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ വളരുന്തോറും യു നോ ദാറ്റ് യു ആർ കെപ്റ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് എന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ആ ഹൃദയത്തിനകത്ത് പിതാവിന്റെ കരം, ബലിഷ്ഠമായ കരം എന്നെ ചുറ്റി വളഞ്ഞിരിപ്പുണ്ട്. ആ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ എന്നെ സൂക്ഷിക്കുന്ന, അവിടെ ഒരു ലോകത്തിനോ പ്രശ്നങ്ങൾക്കോ ഒരു ചിന്തകൾക്കോ, എന്നെ നശിപ്പിക്കുന്ന ചിന്തകൾക്ക്, ഒരു നെഗറ്റീവിനോ അവിടെ വരാൻ അധികാരമില്ല. പറ്റത്തില്ല. ഇറ്റ്സ് ബിക്കോസ് യു ആർ ഇൻ ദ പ്രസൻസ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഇന്നലെ നമ്മൾ കേട്ടതാണ്, സന്തോഷിക്കുക. എപ്പോഴും സന്തോഷിക്കുക. പ്രശ്നമില്ലാത്തപ്പോ തുടങ്ങണം. അത് നിങ്ങളുടെ ജീവിത ശൈലിയായി മാറണം. ഇപ്പൊ നമ്മളെല്ലാം വിശ്വാസം എന്ന് പറയുന്നത് നമ്മളൊരു ഈവന്റ് ആയിട്ട്, ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ നിങ്ങളും എടുക്കുന്നത്. അങ്ങനെ faith should be a lifestyle. അതൊരു ജീവിത ശൈലിയായി മാറണം. പ്രശ്നമില്ലാത്തപ്പോ തുടങ്ങണം ഞാൻ ഇതിനകത്ത് വന്നു. അപ്പൊ ഈ ഓരോന്നും നമ്മള് ഫലപ്രാപ്തിയിലോട്ട് വരുന്തോറും നിറഞ്ഞ് 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 എന്നിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ആ ഫലത്തിലേക്ക് ഞാൻ നിങ്ങളും വരും. അതുകൊണ്ട് എപ്പോഴും യേശു നമുക്കറിയാം, സുവിശേഷത്തിലെ എപ്പോഴും പറയും, യേശു പറയും do not fear. യേശു വരുന്നിടത്തെല്ലാം പറയും ഭയപ്പെടണ്ട. കാരണം എന്നാ, I am here. അതുകൊണ്ടാ യേശു പറയുന്നത്, ഞാനിവിടെ ഉണ്ട്, സ്ഥലത്തെയും ജയിച്ച ഞാനാ, ഇതിന്മേൽ ജയം എടുക്കുക, ഇതിന്മേൽ പിതാവിന്റെ അധികാരം എന്റെ മേലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. ഉദാഹരണം നമുക്കറിയാം, ജയറസ് വന്ന് കർത്താവിനോട് പറയും, ജയറസിന്റെ മോള് മരിക്കാറായി, രോഗത്തിൽ കിടക്കുകയാണ്, അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ കർത്താവ് ജയറസിനോട് പറയും, വാ നമുക്ക് അങ്ങോട്ട്. അപ്പൊ അവർ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറെ ദൂരം ചെന്ന് കഴിയുമ്പോൾ ജയറസിന്റെ വീട്ടിൽ നിന്ന് ഭൃത്യന്മാര് വന്ന് ജയറസിനോട് പറയും, മകൾ മരിച്ചു, ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട. ഇത് കേട്ട ഉടനെ യേശു എന്താ പറഞ്ഞു? ഫസ്റ്റ് യേശുവിന്റെ പ്രതികരണം എന്തായിരുന്നു? ഡു നോട്ട് ഫിയർ. ഭയപ്പെടണ്ട, മകൾ മരിച്ചില്ല, മകൾ ഉറക്കമാണ്. വൈ? എന്തുകൊണ്ടാ? കാരണം യേശുവിന്റെ ഇന്റേണൽ അറ്റ്മോസ്ഫിയർ, അകത്തെ അറ്റ്മോസ്ഫിയർ ഇസ് ഓൾവേസ് ഇൻ പീസ്, സമാധാനത്തിലാണ്. കാരണം പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, പിതാവുമായിട്ടുള്ള അഗാധമായ സ്നേഹത്തിൽ സ്വസ്ഥതയായിരുന്നു അകത്ത്. അത് റിലീസ് ചെയ്യും. പിന്നെ ബാക്കി ചരിത്രം നമുക്കറിയാം. ഇത് തന്നെയാണ് ബോട്ടിലും ഉണ്ടായി. കൊടുങ്കാറ്റും ഇതെല്ലാം വന്ന ശിഷ്യന്മാർ ഉണർത്തി കർത്താവേ അങ്ങ് എന്താ ഞങ്ങളെ കെയർ ചെയ്യുന്നില്ലേ, ഞങ്ങൾ മരിക്കാൻ പോവാ. കർത്താവ് എഴുന്നേറ്റ് നിന്ന് ശാന്തത സംസാരിക്കും, പ്ലീസ് ബി സ്റ്റിൽ എന്ന് സംസാരിക്കും. കാരണം എന്നാ, ഉള്ളിൽ ശാന്തതയാണ്. എന്റെ ദൈവമക്കളെ, ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ക്രിസ്തു കേന്ദ്രീത ജീവിത ശൈലിയിലേക്ക് വന്നതുകൊണ്ട് ഈ നമ്മുടെ അകത്തെ അറ്റ്മോസ്ഫിയർ, അകത്തെ അവസ്ഥ, ഇന്റേണൽ മാൻ, അകത്തെ മനുഷ്യൻ ഇതുപോലെ ബലപ്പെട്ട് പുറമേ ഉള്ളത് ഒന്നും അതിനെ തൊടാതെ പുഷ്ടി പ്രാപിച്ച് അകമേ മനുഷ്യൻ വളർന്ന് പരിപൂർണതയിലേക്ക് എത്താൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് എന്നെ നിങ്ങളെ ഇത് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. ഇറ്റ്സ് എ ട്രെയിനിങ്. നിങ്ങൾ ഇതിനകത്ത് ഇത് വളർന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ആ ഒരു നിറവിലോട്ട് വന്നു കഴിയുമ്പോൾ യു ബിക്കം
the antidote to every negative things that is coming against you. ഇങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് ഒരു കൂട്ടം ജനത്തിനെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങളാണ് ആൻസർ ടു എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു വളർച്ചയാണ്. നമ്മുടെ അകമേ മനുഷ്യൻ ദൃഷ്ടി പ്രാപിക്കണം, നിറവിനോളം വരണം, എല്ലാ മേഖലകളും വരണം. And whenever God shows up, ദൈവം എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന രീതി തന്നെ നോക്കണം. ദൈവത്തിൽ ഇതെല്ലാം പൂർണ്ണതയിലായിരിക്കുന്നു. നമുക്കറിയാം, ദയ, സന്തോഷം, സംയമനം, ശാന്തത, സ്വസ്ഥത, ഇതെല്ലാം ദൈവത്തിന്റെ നേച്ചറാണ്, സ്വഭാവമാണ്. പക്ഷെ നമ്മളിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫ്രൂട്ടായിട്ടാണ്. അത് പക്വതയിലേക്ക് വേണം. ആ പക്വതയിലേക്ക് വന്നെങ്കിൽ ഇതിൽ ഓരോന്നിലും നിറവിലോട്ട് എനിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. എന്താണോ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതേ പുറത്തോട്ട് വരത്തുള്ളൂ. ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതേ വാ പ്രസ്താവിക്കും. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രതികരണം എന്താ? അയ്യോ, ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഉള്ളിൽ പൂർണ്ണതയിൽ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഫുൾനെസ് ഇല്ല. അപ്പൊ ഉടനെ മനസ്സിലാക്കണം, ദിസ് ഇസ് എ ട്രെയിനിങ് ഗ്രൗണ്ട്. ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ദൈവം അനുവദിച്ചിരിക്കുക. എന്താ ഇതിൽ നിറയാൻ, പുത്രന്റെ തികവോളം. ഇതാണ് ആത്യന്തികമായ ദൈവത്തിന്റെ പദ്ധതി. കാരണം നമ്മുടെ എല്ലാം ഇഷ്യൂ എന്തുവാ? ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കല്ല ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണം. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്? ഇതാണ് നമ്മുടെ. അതിനകത്തുനിന്ന് പുറത്ത് വരുമ്പോഴാണ് ആത്മീയതയുടെ പക്വത നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത്. നോ, ഗോഡ് ഡസന്റ് സീ ഇറ്റ് ദാറ്റ് വേ. ദൈവം അങ്ങനല്ല കാണുന്നത്. ഗോഡ് സീസ് ഇറ്റ്, ഹൗ ക്യാൻ യു യൂസ് ദിസ് ഫോർ ഹിസ്. ഇതേ സാഹചര്യം തന്നെ എങ്ങനെ എന്നെ നിങ്ങളെ പുത്രന്റെ തികവോളം വളർത്തിക്കൊണ്ടുവരാവുന്നു. അപ്പൊ ദൈവത്തിന് എപ്പോഴും നിങ്ങളെ എന്നെ കുറിച്ച് പിക്ചർ ഉണ്ട്, ഒരു ഇമേജ് ഉണ്ട് ദൈവത്തിന്റെ ഉള്ളിൽ. നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ ആരാ, ആ ഒരു പിക്ചർ കൊണ്ട് നിങ്ങൾ ആരായി തീരും ക്രിസ്തു. ഈ രണ്ട് പിക്ചറും ഉണ്ട്. ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിൽ ഇപ്പോൾ ആരാ, അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ആൻഡ് ഹൂ യു ആർ ബിക്കമിങ്, നിങ്ങൾ ആരായി തീരും, അതാണ് എന്റെ ഡെസ്റ്റിനി. ഈ രണ്ടിനും ഇടയിലാണ് നമ്മുടെ ദൈവരാജ്യത്തിന്റെ യാത്ര എപ്പോഴും. സോ ത്രൂ എവറി സർക്കംസ്റ്റാൻസസ് ഹി ഈസ് ബിൽഡിംഗ് അപ്പ് ഹിസ് യുവർ ഐഡന്റിറ്റി. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ദൈവം ആരാണ്? ശാന്തശീലൻ, സൗമ്യത, ജെന്റിൽനെസ്, റെസ്റ്റ്ഫുൾ, ഫെയ്ത്ത്ഫുൾ. ഇത് ഓരോന്നും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഫുൾനെസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പുത്രന്റെ തികവോളം എത്തുന്നതും ആ ഇതേ സ്വരൂപത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് ഓരോ സാഹചര്യവും ഇറ്റ്സ് എ മിറർ. നമ്മൾ 2 Corinthians 3:18 ഒന്ന് വായിക്കാവോ? 2 Corinthians 3:18. 2 Corinthians 3:18. അതൊരു പ്രാക്ടിക്കൽ റിയാലിറ്റിയാണ്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. അപ്പൊ ഓരോ സർക്കംസ്റ്റാൻസസ് കൂടെ ദൈവം തന്റെ മഹത്വത്തിന്റെ നിറവിനോളം ഫ്രം ഗ്ലോറി ടു ഗ്ലോറി നമ്മളെ പണിയപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് കൊളോസ്യർ നമ്മൾ കേട്ടത്, തലയോട് നമ്മൾ ബന്ധിച്ചിരിക്കുക. അവിടെ നിന്നാണ് ഇതെല്ലാം ദാനമായി നമ്മളിലേക്ക് ഒഴുകുന്നത്. സോ ഇൻ എവറി സർക്കംസ്റ്റാൻസസ് ഇൻ യുവർ ലൈഫ് ഗോഡ് വാണ്ട്സ് ടു കം ആൻഡ് റിവീൽ ഹിംസെൽഫ് ടു യു. ദൈവം തന്നെ വന്ന് ആ നിറവ് എന്താ നമുക്ക് വെളിപ്പെടുത്തി ദാനമായിട്ട് തരാൻ ദൈവം റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതിനാണ് ഉള്ളിൽ ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും ഈ നാളുകളിൽ വരണം. You have to come into an intimate relationship with the Lord. കാരണം എന്താണ്? The more you become intimate, നമ്മൾ ദൈവമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരുന്തോറും you can intimidate any negative situations that come against you. നിങ്ങൾക്ക് ഏത് നെഗറ്റീവ് സാഹചര്യം നിങ്ങളുടെ മുന്നേ വന്നാലും നിങ്ങൾക്ക് അനങ്ങാതെയും കുലുങ്ങാതെയും അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് നിങ്ങളെ ഇന്റിമിഡേറ്റ് ചെയ്യും, നിങ്ങളെ തളർത്തും. So God always wants to that. അതിനുവേണ്ടി ഇന്ന് എന്നെ നിങ്ങളെ ക്രിസ്തുവിൽ കൊണ്ടുവച്ചിരിക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥയെ നമ്മുടെ ഉള്ളിൽ തന്നു. Come on, let's learn this together. ഇതൊരു ജീവിത ശൈലിയിലേക്ക് പോയി ഈ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വസ്ഥത നിറവിലോട്ട് വരും,
സ്നേഹം നിറവിലോ ഫുൾനെസ്സിലോട്ട് വരും, നിറവിഞ്ഞ കവിയും. ഇവൻ സ്നേഹിക്കാൻ പോലും ദൈവരാജ്യത്തിൽ നമുക്കറിയാം, നമ്മളല്ല ദൈവത്തെ സ്നേഹിച്ച് ആദ്യം ചെന്നത്. ഹി ഫസ്റ്റ് ലവ്ഡ് us. അപ്പൊ എല്ലാ ദൈവരാജ്യത്തിൽ ആദ്യം ദൈവത്തിൽ നിന്ന് ദാനമായി നമ്മൾ ലഭിച്ച് ആ ദാനത്തിൽ വളർന്ന് അതിനകത്ത് നിറവിനോളം വരുംതോറും അത് നമ്മൾ തിരിച്ച് ദൈവത്തിന് കൊടുക്കുക. അത് ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുന്ന എങ്ങനെ? മനുഷ്യരെ സ്നേഹിക്കുക വഴി, മനുഷ്യരെ സേവിക്കുക വഴി. ഫ്രം ഹിം, ദൈവത്തിൽ നിന്ന് ഫുൾനെസ് നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിലേക്ക് വരുന്നു. നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിൽ നിന്ന് നമ്മളത് പരിശീലിപ്പിക്കപ്പെട്ട് അത് നമ്മുടെ നേച്ചറിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിൻ ചെയ്ത ആ ഫുൾനെസ് നമ്മൾ നിറഞ്ഞ് ലോകത്തിലുള്ളവരെ നമ്മൾ സ്നേഹിച്ച് ലോകത്തിലുള്ളവരെ നമ്മൾ സേവിച്ച് ഇത് തിരിച്ച് ദൈവത്തിലേക്ക് തരും. ഇതാണ് ദിസ് സൈക്കിൾ, ഇറ്റ് ഗോസ് ഓൺ. ഇതൊരു ട്രെയിനിങ്. ദൈവരാജ്യത്തിൽ അവസാനം വരെ, അന്ത്യം വരെ ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കും. ഫ്രോം ഹിം to Jesus in you, through the Holy Spirit goes back to the Father. എന്തുമാത്രം ഞാനും നിങ്ങളും ഈ ക്രിസ്തു കേന്ദ്രീകൃത ലൈഫ് സ്റ്റൈലിലേക്ക് ഞാനും നിങ്ങളും വരണം. അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വേറിറക്കുവേൻ. അപ്പൊ വേറിറക്കുമ്പോ മനസ്സിലാക്കണം, ആ നിറവിനോളം നമ്മൾ വലിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഫുൾനെസ് ആയിട്ട് നിറഞ്ഞ ഒരു ഫുൾനെസ്, നിറഞ്ഞ തുളുമ്പുന്ന ഒരു വെല്ല് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്, ക്രൈസ്റ്റ്. അതിൽ നിന്ന് ഞാൻ ഡ്രോ ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ച് ഞാൻ അതിൻ്റെ അകത്തൊന്ന് വലിച്ചെടുത്ത് എന്റെ ദേഹിയുടെ മേൽ വാഴുവാനും എന്റെ മനസ്സിന് മേൽ വാഴുവാനും നിറയുവാനും എന്നെ അനുവദിക്കും തോറും ഇതൊരു ഫുൾനെസ്സിലേക്ക് ഞാൻ രൂപാന്തരപ്പെടും തോറും പുത്രന്റെ തകവോളം ഞാനും നിങ്ങളെ പണിയപ്പെട്ട് വരിക. സ്നേഹമാണേലും നോക്കണം. That's the way it works. ദൈവത്തെ സ്നേഹിക്കാൻ പോലും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് only God can love God the way he wants to love. ദൈവത്തിന് മാത്രമേ ആ ഒരു തലത്തിൽ സ്നേഹിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കപ്പെടാൻ പറ്റൂ. ആ സ്നേഹം നമുക്ക് തന്നേലേ പറ്റൂ. കാരണം ലോകത്തുള്ള സ്നേഹം കണ്ടീഷനല്ല, എപ്പോഴും കോമൺ ലവ് ആ ലോകത്തുള്ളത്. ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്, അതാണ് ലോകത്തിന്റെ സ്നേഹം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്, അൺഫെയിലിംഗ് ആണ്, അൺകോമൺ ലവ് ആണ്. ആ സ്നേഹമാണ് ദൈവം ക്രൂശിൽ വെളിപ്പെടുത്തി തന്ന് ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് ആ സ്നേഹം ദിവസവും ദാനമായി ഞാൻ സ്വീകരിച്ച് ആ സ്നേഹത്തിൽ ഞാൻ വളരും തോറും, ആ സ്നേഹം ഞാൻ പരിശീലിപ്പിക്കപ്പെടും തോറും, ആ സ്നേഹം എന്നിൽ നിറഞ്ഞ് എന്റെ ദേഹിയുടെ മേൽ, എന്റെ മനസ്സിന് മേൽ, എന്റെ ഇച്ഛയുടെ മേൽ വാഴാൻ തുടങ്ങുമ്പോൾ, അതെന്നെ റൂൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നിലൂടെ അത് പുറത്തു പോയി ഇറ്റ് ഗോസ് ത്രൂ ദ പീപ്പിൾ ആൻഡ് ബാക്ക് ടു ദ ഗോഡ്. അഗെയിൻ ഇറ്റ് കംസ് ബാക്ക്. ദ മോർ ഐ ഗിവ്, ഞാൻ സ്നേഹം കൊടുക്കും തോറും ഇത് ഏറി തിരിച്ച് പിന്നെയും വന്നത്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ ഞാൻ എപ്പോഴും പറയുന്നത്, വാട്ട് യു സോ യു റീപ്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അത് നിങ്ങൾ കൊയ്യും. ദൈവരാജ്യത്തിന്റെ മർമ്മമാണ്. അത് ഇപ്പൊ ഞാൻ സ്നേഹമോ വിളമ്പുന്നെങ്കിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ലവ്. അങ്ങനെ ഓരോ ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് കൂടെ ഗോഡ് ഈസ് ട്രെയിനിങ് us. എന്തിന്? ഈ നിറവിലേക്ക് വരാൻ. വൈ? സോ ദാറ്റ് യു ബിക്കം ആൻ ആന്റിഡോട്ട് ടു എനി സിറ്റുവേഷൻ. അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ നിറവിൽ, ഈ ക്രിസ്തുവിലുള്ള സകല നിറവിൽ ആ 9 ഫലത്തിന്റെ ആ പരിപൂർണതയിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ, യേശു സൗമ്യത ശീലിച്ചു, അല്ലെ? ഒബീഡിയൻസ് ശീലിച്ചു, അനുസരണം ശീലിച്ചു. സകല പ്രലോഭനങ്ങളും, മനുഷ്യൻ പോകുന്ന എല്ലാ പ്രലോഭനങ്ങളും ഈ ഭൂമിയിൽ വെച്ച് പോയി, പക്ഷെ ഒന്നിലും വീണില്ല. ആ ബന്ധത്തിൽ നിലനിന്നത് പോലെ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇതേ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഈ പരിപൂർണതയിലേക്ക് വന്ന് ഈ ലോകത്തെ തെളിയിച്ചു കൊടുക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അംബാസഡർമാരെ, സ്ഥാനാപതികളാണ്. കാരണം ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ദുരിതങ്ങൾക്കും ഉത്തരം സഭയിലൂടെയാണ് ഇനി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ആ കാലം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. കാരണം ശിരസാകുന്ന ശരീരമാകുന്ന നമ്മള് ശിരസാകുന്ന ക്രിസ്തുവിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ശിരസിൽ നിന്ന് നമ്മളിലേക്ക് അഭിഷേകം ഞരമ്പ് വഴിയും
അസ്ഥി മുഖേനെ ഒഴുകി വരുന്നത് പോലെ മേളിൽ നിന്നുള്ള അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ അകത്തുനിന്ന് നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ വളർന്ന് ആത്മീയ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് യു ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ഇങ്ങനെ ഒരു സഭയാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ സത്യങ്ങൾ ദൈവം സഭയിലേക്ക് വീണ്ടും 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 ദൈവം വിളമ്പിത്തരുന്നത്. അപ്പൊ ഇത് കേൾക്കുക മാത്രമല്ല, കിങ്ഡം ലൈഫ് സ്റ്റൈൽ പറഞ്ഞു യു ഹാവ് ടു ലിവ് ഇൻ ഇറ്റ്. ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് എന്നിൽ വളരണം. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതോറും ഒരു മെഷറിൽ എൻ്റെ ഉള്ളിലെല്ലാം ദൈവം സമാധാനം തന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സമാധാനം പുറത്തുനിന്ന് വരുന്ന ഇതല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ ലോകത്തെ ജയിച്ചവൻ, ആ സമാധാനം ഞാൻ നൽകുന്നു. അപ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോഴും യു ആർ നോട്ട് അപ്ലൈയിങ് ദാറ്റ് പീസ് ഇൻ ടു ദ സിറ്റുവേഷൻ. അങ്ങനല്ല ഇത് വരുന്നത്. ദ മോർ ഐ ലേൺ, ഞാൻ എന്തുമാത്രം എൻ്റെ ഉള്ളിൽ വന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ വളരും തോറും, ആ അറിവിൽ ഞാൻ വളർന്നു വരും തോറും ഞാൻ എന്ന വ്യക്തി കുറയും. എൻ്റെ ഉള്ളിലെ ക്രിസ്തു എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ഏത് സിറ്റുവേഷൻസിലും എനിക്ക് മനസ്സിലാവും എന്നെ കൈവിടാത്ത ദൈവ പ്രിൻസ് ഓഫ് പീസ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോയി ഐ ജസ്റ്റ് ഹൈഡ് ബിഹൈൻഡ് ഹിം. ഞാൻ അതിൽ പോയി അങ്ങ് ലയിക്കത്തേ ഉള്ളൂ. Then what happens? He is the one who fights for me. എന്ന് വെച്ചാൽ യുദ്ധം യഹോവയ്ക്കുള്ളത്, നമുക്കുള്ളതല്ല. അത് എപ്പോഴാണ് വരുന്നത്? വെൻ യു ഗ്രോ ഇൻ ദ ഫുൾനെസ്. ആ നിറവിനോളം വരുമ്പോൾ ഞാൻ അങ്ങ് കുറയും. ക്രിസ്തു അകമേ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് എഴുന്നേക്കാൻ തുടങ്ങും. ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾ അകമേ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ നോക്കണം. അപ്പൊ അകമേ മനുഷ്യൻ ഫുൾനെസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ആ കംപ്ലീറ്റ്നെസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചില പ്രഷർ സിറ്റുവേഷൻസ്, ചില സിറ്റുവേഷൻസ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരണം. എന്തിനാന്ന് ചോദിച്ചാല് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോയാൽ എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ തകപ്പോളം വളർത്താൻ പറ്റത്തില്ല. So you need situations in your life, you need circumstances in your life which is coming in pressure. ഒരു പ്രഷർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കാരണം എല്ലാ external pressure is always vital for internal growth. അതൊരു പ്രിൻസിപ്പിളാണ്. പുറമേ ഉള്ള പ്രഷർ അകമേ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കാനും ബലപ്പെടാനും അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ഡയമണ്ട്, പേൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് ബൈ ഫ്രിക്ഷൻ, ബൈ പ്രഷർ. അപ്പോൾ ഇതെല്ലാം ഇപ്പൊ നടക്കുന്ന പുറമേ ഉള്ള എല്ലാ സർക്കംസ്റ്റാൻസസ് ഇസ് ഓൾവേസ് എന്തിനാ അനുവദിച്ചിരിക്കുന്നത്? ടു ബിൽഡ് യുവർ ഇന്റേണൽ മാൻ. നിങ്ങളുടെ അകമേ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് ഫുൾനെസ്സിലേക്ക് വരാനാണ്. എന്തിന്? ഈ അകമേ മനുഷ്യൻ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ യു വിൽ ഓൾ ട്രൂലി റെപ്രസെന്റ് ജീസസ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അംബാസഡർമാരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനും സഭ എഴുന്നേൽക്കുവാനും തുടങ്ങും. നമ്മളാണല്ലോ ഇപ്പൊ 130 പേരുണ്ട്. ഈ 130 പേരും ഈ പരിജ്ഞാനത്തിൽ വളർന്നോറും പരിശീലിപ്പിക്കപ്പെടുമ്പോൾ, ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസമായി. ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മെനി ഓഫ് യു ഓൾറെഡി ഗ്രോൺ. പലരും പല മേഖലയിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുക. സോ അനദർ 1 year or 2 years time നിങ്ങളും ഇതുപോലെ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വചനങ്ങളൊക്കെ അയക്കുന്ന എന്തിനാ? വാഷിങ് യുവർ സോൾസ്. നിങ്ങളുടെ ദേഹിയെ ശുദ്ധീകരിക്കുക. ഇതാണ് നിങ്ങൾ ക്രിസ്തു. പഴയതല്ല, അങ്ങനെ ആകാനുള്ളവരല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇതിന്മേൽ വാഴാനാണ്. അതിന് ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. കൃപമേൽ കൃപയാ തരുന്നത്. എന്തിനാ? നിങ്ങളെ ശക്തീകരിക്കാൻ ദൈവത്തിന്റെ പ്രസൻസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ എങ്ങനെ ക്രിസ്തുവിൽ കാണുന്നോ ആ രൂപത്തിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു ലെവലിലേക്ക് എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കൃപയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. ഞാൻ നിങ്ങളിതെല്ലാം പരിശീലിപ്പിക്കപ്പെടണം. ഇതെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം സംസാരിക്കുന്നത്. ഇതിന് ഐ കനോട്ട് ഗിവ് യു ദ റിയൽ വേർഡ്സ്. അതുകൊണ്ടാണ് ചില വാക്കുകൾ കിട്ടാൻ ഞാൻ ഇന്ന് ബുദ്ധിമുട്ടുന്നത്. ബട്ട് ഇഫ് ഐ എം ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് ക്ലിയർ ഫോർ മീ. എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സോ പ്ലീസ് ബെയർ വിത്ത് മീ. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മലയാളമൊക്കെ ഒന്ന്
കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, പരിപൂർണതയിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ വന്ന ക്രിസ്തു ഈസ് ഫുൾ. ദൈവം എന്താണോ അതാണ്. ദേഹസമ്പൂർണതയിൽ വസിക്കുന്ന ക്രിസ്തു, ആ ദൈവത്തിന്റെ സകല മഹത്വവും വസിക്കുന്ന ക്രിസ്തുവിലാണ് നിങ്ങൾ ആക്കിയിരിക്കുന്നത്. That means you are in the most safe and secure position in the kingdom. ഇത് എന്റെ തെരഞ്ഞെടുപ്പാണ്. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഇന്ന് കാണുന്നത് ഇൻ ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിലാണ്. പക്ഷെ ഞാൻ ഇന്ന് കാണുന്നത് ലോകത്തിന്റെ വെളിച്ചത്തിലാണ്. എന്റെ പ്രവൃത്തിയെ ബേസ് ചെയ്താണ്. നോ, ദൈവം ഒരു ബന്ധത്തിൽ കൊണ്ടുവന്നു. ആ ബന്ധത്തിൽ ഫുൾനെസ് നിങ്ങളെ നിറച്ച് നിർത്തിയേക്കുക. നിങ്ങളുടെ ഉള്ളിൽ വന്നത് ഫുൾനെസ് ആണ്, പൂർണ്ണ നിറവിലാണ്. ആൻഡ് ഈസ് ഷോയിങ് യു ലിവ് എ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡ്രോ ഫ്രം ദാറ്റ്. ആ പൂർണ്ണതയെ നിങ്ങൾ വലിച്ചെടുത്ത് നിങ്ങളുടെ ദേഹിയുടെ മേൽ, ചിന്താമണ്ഡലങ്ങളുടെ മേൽ, വികാര വിചാരങ്ങളുടെ മേൽ വാഴുവാൻ എന്നെ അനുവദിക്കുക. ഓരോന്നിനെയും ആ വാഴുമ്പോൾ ഓരോ മേഖലകളും നിങ്ങൾ നിറഞ്ഞ് 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 നിറഞ്ഞ ഫുൾനെസ്സിലേക്ക് നിങ്ങൾ കാണുകയും ചിന്തിക്കുകയും നടത്തപ്പെടുകയും ചെയ്യും. ആ ഫുൾനെസ്സിൽ നിന്ന് വേണം നമ്മുടെ കാര്യങ്ങളെ കാണുവാനും, നമ്മുടെ സർക്കംസ്റ്റാൻസസിനെ കാണുവാനും, ജീവിതത്തെ തന്നെ കാണുവാനും, ആൾക്കാരെ കാണുവാനും. ആ ഫുൾനെസ്സിൽ നിന്നുകൊണ്ട് വേണം ചിന്തിക്കുവാനും, ഫുൾനെസ്സിൽ നിന്നുകൊണ്ട് വേണം നിലനിൽക്കുവാനും, ഫുൾനെസ്സിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കുവാനും. ഇങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് ദൈവം പറഞ്ഞു, ഒരു നാള് കൈവിടാത്തൊരു ലൈഫ്, അൺസെപ്പറബിൾ ലൈഫ് സ്റ്റൈലിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുക. കാരണം ഇത് രക്ത ഉടമ്പടിയാണ്. And he is always looking for you. Come to me. ഇന്നും നിങ്ങളെ വിളിക്കുക. ഇതിനകത്ത് ഇന്ന് ഭാരപ്പെടുന്നവർ ഒരുപാട് പേര്, കടബാധ്യത നടുവിൽ നിൽക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, പല മേഖലകൾ, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ പ്രതി ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ ഒക്കെ നടുവിലും കർത്താവ് നമ്മളെ വിളിക്കുക. Come to me. എന്റെ അടുക്കവാ. നീ ചുമക്കുന്നത് ഭാരമായി, എനിക്കറിയാം. പക്ഷെ ഏറ്റവും വലിയ ഭാരമൊക്കെ ഞാൻ ക്രൂശ് നിനക്ക് വേണ്ടി ചുമന്നതാണ്. ഇന്ന് നീ ചുമക്കേണ്ടതല്ലത്. നീ ചുമക്കേണ്ടത് ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ അതെല്ലാം ചുമന്ന് ക്രൂശിൽ കയറ്റി അതിനെ മുഴുവൻ ആ പഴയ മനുഷ്യനെ ഞാൻ മരിപ്പിച്ചു. ഇന്ന് നിന്നെ ഞാൻ പുതിയ ജീവിത ശൈലിയിലേക്ക്, ക്രിസ്തു കേന്ദ്രിത ജീവിത ശൈലിയിലേക്ക് നീ ഞാൻ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ നിന്റെ മനസ്സിൽ ആ ചിന്തയിരിക്കുന്നു, നിന്റെ വികാരങ്ങൾ അതിനെ ഭരിക്കുന്നു, നിന്റെ ദേഹി അതിനെ ഭരിക്കുന്നു. അതല്ല, അപ്പന്റെ മടിയിൽ, അപ്പന്റെ അടുത്തേക്കും എന്റെ അടുക്കലേക്ക് വാ. എന്റെ അടുത്തിൽ വന്ന് വിശ്രമിക്കാം. റെസ്റ്റ്. ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. എന്ത്? കാരണം ഞാൻ സൗമ്യനാണ്, ഞാൻ ശാന്തശീലനാണ്, ഞാൻ സ്നേഹവാനാണ്, ഞാൻ ദയയുള്ളവനാണ്. ഞാൻ ആരാണോ, ഞാൻ എന്താണോ അത് നിന്നെ ശീലിപ്പിക്കാം. അത് നിന്റെ നേച്ചർ ആകട്ടെ. ഇറ്റ്സ് എ പ്രാക്ടീസ്. സ്റ്റാർട്ട് ഡൂയിങ് ദിസ്. നമ്മൾ പ്രശ്നമില്ലാത്തപ്പോൾ നമ്മൾ പരിശീലിപ്പിക്കപ്പെടും തോറും പ്രശ്നം വരുമ്പോൾ നമുക്ക് ഒരു കുലുക്കവും അനക്കവും ഇല്ലാതെ ഈ ഒരു ജീവിത ശൈലിയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വാഴുവാൻ. അതുകൊണ്ടാണ് കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചപ്പോൾ യേശു ക്രിസ്തു എന്ന ഏകനിൽ വാഴുവെന്ന് റോമ 5:17 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമൃദ്ധിയിൽ വളരണം. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയിൽ വളരുന്നവരാണ് യേശു ക്രിസ്തു എന്ന ഏകനിൽ വാഴുന്നത്. ആ വളരുവാൻ ദൈവം ഒരു കൃപ നമുക്ക് തന്നു. കൃപമേൽ കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ആ കൃപ എപ്പോഴും റൂളിംഗ് പവറാണ് എന്നെ നിങ്ങളോട്. ആ കൃപ എപ്പോഴും ഒരു റെയിനിങ് പവറാണ്. ഒന്ന് റൂളിംഗ് പവറാണ്, റെയിനിങ് പവറാണ്. അത് എന്റെയും നിങ്ങളുടെയും ജീവിത ശൈലിയായി മാറുമ്പോൾ ഇറ്റ് ബിക്കംസ് എ റൂളിംഗ് പവർ ആൻഡ് ഇറ്റ് ബിക്കംസ് എ റെയിനിങ് പവർ. പക്ഷെ നമ്മുടെ ബോധ്യം വന്ന് നമ്മുടെ മനുഷ്യന്റെ മേൽ വാഴാനല്ല. നോ, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമ്മുടെ സഹോദരി സഹോദരന്മാരോടല്ല. അവരോട് കരുണ കാണിക്കുവാനും അവരോട് ദയ കാണിക്കുവാനും അവരെ സ്നേഹിക്കുവാനാണ് നമ്മളിവിടെ വെച്ചത്. ആ ഒരു ബോധ്യത്തിലേക്ക് ഇന്ന് വളരട്ടെ. നിങ്ങൾ തന്നെ ചോദിക്കും. ഇന്ന് ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും. ഡു ഐ ബിലീവ് വാട്ട് ഗോഡ് ബിലീവ്സ് അബൌട്ട് മീ? ഇഫ് നോട്ട്, കം ടു ഹിം. ഗെറ്റ് ബാക്ക് ഇൻ ടു ദ സീക്രട്ട് പ്ലേസ്. കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു.
എന്നെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നതിനായിട്ട് നന്ദി. ഒരു നിമിഷം ഒന്ന് കണ്ണു കടക്കുക. ലെറ്റ് മീ പ്രേ ഓവർ യു. പിതാവേ, ഇന്ന് അയച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ നിറവിൽ നിന്ന് പൂർണ്ണതയിലേക്ക് കൃപമേൽ കൃപ ലഭിക്കത്തക്ക ഒരു ജീവിത ശൈലിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. പിതാവെ, അങ്ങാണല്ലോ ഞങ്ങളെ ക്രിസ്തുവിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു, if anyone is in Christ is a new creation. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം നീങ്ങിപ്പോയി, എല്ലാം പുതിയതായി, എല്ലാം ദൈവത്താലുള്ളതായി. ഇന്ന് ഞങ്ങളെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിത ശൈലിയിൽ നിറയുവാനും, യേശുവെ അങ്ങ് എങ്ങനെയായിരുന്നു ആ നിറവിനോളം ഇന്ന് നിറയുവാൻ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വന്നിരിക്കുന്നതിനായിട്ട് നന്ദി. അങ്ങ് ഒരിക്കലും വറ്റാത്ത നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഉറവയായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ അകമയ മനുഷ്യനുണ്ടല്ലോ. ഞങ്ങൾ പരിശുദ്ധാത്മാവട്ടെ സഹകരിച്ച് ആ ഉറവയിൽ ഞങ്ങൾ വലിച്ചെടുത്ത് ഞങ്ങളുടെ ദേഹിയുടെ മേൽ, ഞങ്ങളുടെ ചിന്താമണ്ഡലത്തിന്മേൽ, ഞങ്ങളുടെ വികാര വിചാരങ്ങളിന്മേൽ അതിനെ വാഴുവാനും നിറയുവാനും ആ നിറവിനൊത്ത് നിറഞ്ഞ് കവിയുവാനുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് വരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നത്. ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല ഭാരങ്ങൾ ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്, കം ടു മീ, എന്റെ അടുക്ക് വരും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നത് എന്റെ അടുക്കവ, നിന്റെ ഭാരമേറിയ നുകം എന്റെ മേൽ വെച്ച് എന്റെ നുകമേക്ക്, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിനക്ക് സ്വസ്ഥത തരാം. കാരണം ഞാൻ സൗമ്യനാണ്, ഞാൻ ശാന്തശീലനാണ്, എന്റെ നുകം മൃദുലമാണ്. മൈ യോക്ക് ഈസ് ഈസി ആൻഡ് ലൈറ്റ്. നിനക്ക് വഹിക്കാൻ പറ്റും. ഞാൻ നിന്നെ സഹായിക്കാൻ ഒരു കാര്യസ്ഥനെ കൂടെ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനുമായിട്ട് ഒരു കൂട്ടായ്മ ആചരിച്ചു യേശുവായിട്ടൊരു അഗാധമായൊരു ബന്ധത്തിൽ വന്നു. ഈ ബന്ധത്തിൽ നിന്ന് ഞങ്ങളുടെ അകമയ മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്ടിപ്പെടുവാൻ, ബലപ്പെടുവാനും, അങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ നിധി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ പ്രസൻസിൽ എപ്പോഴും അവയർനെസ് ആയിട്ട് നടക്കുവാനും ഞങ്ങളെ പരിശീലിപ്പിക്കപ്പെടുന്നതിനായിട്ട് നന്ദി കർത്താവേ. സ്ലൈറ്റസ്റ്റ് ട്രബിൾ, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കർത്താവേ അങ്ങയുടെ മാറിലേക്ക് ഓടി വന്ന് ഒളിക്കുവാൻ കർത്താവ് ഞങ്ങളെ വിളിച്ച വിളിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രയും നാളും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഞങ്ങളുടെ വഴികളിലാണ് നടന്നിരുന്നത്. അവിടെ എല്ലാം ഞങ്ങൾ വീഴുമായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വന്നു, ഇല്ല, ഞങ്ങളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുക പിതാവ്. ഞങ്ങൾ തിരിച്ചതിലേക്ക് വരുന്നു. അങ്ങയുടെ ഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങുവാനും അങ്ങയുടെ വഴികളിൽ നടക്കുവാനും ഞങ്ങളെ പരിശീലിപ്പിക്കപ്പെടുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹം, അഗാധമായ സ്നേഹബന്ധത്തിലേക്ക് ഞങ്ങൾ വരുവാനും ആ സ്നേഹത്തിന് നീളം, വീതി, ആഴ, ഉയരങ്ങളിലേക്ക് നിറയുവാനും കർത്താവെ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട്, തരുന്ന ദാനത്തിനായിട്ട് എല്ലാം നന്ദി. ഇതൊന്നും ഞങ്ങളിൽ ഉണ്ടാകുന്നതല്ല കർത്താവ്. അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അങ്ങയുടെ ഓരോ നേച്ചറിനെയും ഞങ്ങൾക്ക് ദാനമായിട്ട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ആ ദാനത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട അത് ഞങ്ങളുടെ നേച്ചർ ആകുന്നിടം വരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമായാൽ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ നിറവ് എന്താണ്, ആ നിറവിനെ കാണുവാനും ആ നിറവിനെ കുറിച്ച് ചിന്തിക്കുവാനും ആ നിറവിൽ നിറഞ്ഞ് നടക്കുവാനും ആ നിറവിൽ വാഴുവാനും ഇന്നാളുകൾ ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന ഈ ലൈഫ് സ്റ്റൈലിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. പ്രശ്നം വരുമ്പോഴല്ല, പ്രശ്നം വരുന്നതിന് മുമ്പ് ഈ കൃപമേൽ കൃപ ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ് ആ ഫുൾനെസ്സിലേക്ക് തകപ്പോളം നിറവിനോളം നിറഞ്ഞു വരത്തക്ക ഒരു ജീവിത ശൈലിയിലേക്ക് ഇന്ന് ഞങ്ങളെ കൊണ്ടുവരുന്നതിനായിട്ട് നന്ദി. അതിനായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. We just surrender our spirit, soul and body full to you, O Lord, because we belong to you. ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾ അങ്ങേക്കുള്ളതാണ്. അങ്ങയുടെ വാസസ്ഥലമായി അങ്ങ് ഞങ്ങളെ പണിയുന്നതിനായിട്ട് പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. Thank you, Lord, for washing us
with your word. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ കഴുകുന്നതിനായിട്ട് നന്ദി. ഭയപ്പെടുമ്പോൾ അങ്ങ് പറഞ്ഞു, ഡു നോട്ട് ഫിയർ, ഭയപ്പെടണ്ട, ഇന്ന് ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്റെ ഉള്ളിലുണ്ട്, ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഞാൻ തുണയായി നിന്റെ കൂടെയുണ്ട്. Let us walk this journey together. നമുക്ക് ഒരുമിച്ച് ഈ ജീവിത ശൈലിയിലേക്ക് നമുക്ക് പണിയപ്പെടാം. I will train you and I will teach you. ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം, ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്റെ അടുക്കവാ, എന്റെ അടുക്കൽ വിശ്രമിക്കും. താങ്ക് യു ലോർഡ്. നന്ദി പറയുന്നപ്പാ, ഇങ്ങനൊരു ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ നന്ദി കരയട്ടെ. Glory to you, Father. Glory to Jesus. Glory to you, please. In Jesus' name we pray. Amen. Amen.